കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനം രണ്ടാം ദിനത്തിലാണ്. പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖാണ് പതാക ഉയർത്തിയത്. പ്രതിനിധി സമ്മേളനം ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. वानम मुट्टे पार बदागे सीओए जिंदाबाद സംസ്ഥാന സമ്മേളനം സിന്ദാബാദ് सीओए जिंदाबाद ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KM കൂടി ചേരുകയാണ്. റിയാസ്, ഇന്നലെ പ്രൗഢഗംഭീരമായ തുടക്കമായിരുന്നു സമ്മേളനത്തിന് കോഴിക്കോട് കടപ്പുറത്ത്. ഇന്നിപ്പോൾ അത് സമ്മേളനം കൂടുതൽ ഗൗരവകരമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് പ്രതിനിധി സമ്മേളനമാണ്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അജീം ഷാദ്, ഇന്നലെ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മനോഹരമായ സാംസ്കാരിക ഘോഷയാത്രയിലൂടെയാണ് സിഒയുടെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോടിൻ്റെ നഗരിയിൽ തുടക്കമായത്. ഒരുപക്ഷെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് മുതൽ കോഴിക്കോട് ബീച്ച് വരെ 2.5 കിലോമീറ്ററിലേറെ നീളമുള്ള ഒരു വലിയ ആൾക്കൂട്ടം നിറഞ്ഞ ഒരു ശക്തമായ സാംസ്കാരിക ഘോഷയാത്ര, അതിനുശേഷം പൊതുസമ്മേളനം, ഈ അറബിക്കടലിൻ്റെ തീരത്ത് ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഒരു സഞ്ചയം തന്നെ തീർത്ത ഒരു സമ്മേളനം. ആ സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാജ്യസഭാ MP എളമരം കരീം ഉദ്ഘാടനം ചെയ്യുന്നു. അതിൽ കൃത്യമായ രീതിയിൽ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ആ ഒരു വിജയ കുതിപ്പ്, ഒപ്പം തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ എല്ലാം ചർച്ച ചെയ്ത ഒരു പൊതുസമ്മേളനമായിരുന്നു ഇന്നലത്തേത്. അതിനുശേഷം കേരളവിഷൻ ന്യൂസിൻ്റെ വകയായി അവതരിപ്പിച്ച രാഗമഞ്ജരി, ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് 20 വർഷം പിന്നിട്ട മഞ്ജരിക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള രാഗമഞ്ജരി അരങ്ങേറി. ഇന്നിതാ ഇപ്പോൾ ഇവിടെ പ്രതിനിധി സമ്മേളനത്തിന് പതാക ഉയർന്നിരിക്കുന്നു. COAയുടെ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖാണ് ഈ പ്രതിനിധി സമ്മേളന നഗരിയായ തളിയിൽ കണ്ടംകുളത്തെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാൾ പരിസരത്ത് പതാക ഉയർത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജനാണ് അതിന് സ്വാഗതം അർപ്പിച്ചത്. ഒപ്പം തന്നെ അതിനുശേഷം ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായ മുൻമന്ത്രി ടി.പി. രാമകൃഷ്ണൻ ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ടി.പി. രാമകൃഷ്ണൻ എത്തുന്ന മുറയ്ക്ക് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ ഈ ഹാളിനകത്ത് സിഒയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചർച്ചകൾ, ഇനി സ്വീകരിക്കേണ്ടുന്ന നയനിലപാടുകൾ, ഒപ്പം തന്നെ കുത്തകകൾക്കെതിരെ സ്വീകരിച്ചു പോന്ന ആ ഒരു നിലപാടുകൾ, ജനകീയമായ നിലപാടുകൾ, കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ, മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം തടയാൻ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വിജ്ഞാന വിതരണവും വാർത്താവിതരണവും ഉറപ്പാക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ എല്ലാം ചർച്ചയാവുകയാണ്. അതിന് ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവകരമായ പ്രതിനിധി സമ്മേളനത്തിനാണ് ഇപ്പോൾ കണ്ടംകുളം ജൂബിലി ഹാളിൽ, അതായത് കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 306 പ്രതിനിധികളാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. കേരളത്തിലെ 5000-ലധികം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികളായിട്ടുള്ള 306 പേർ. അവരിൽ നിന്നും ഉയരുന്ന ആശയങ്ങൾ, പിന്നീട് തുടർന്ന് നടക്കുന്ന ചർച്ചകൾ, അതിൽ നിന്നും ഉണ്ടാകുന്ന നയരൂപീകരണം ഒക്കെയാണ് ഇന്ന് ഉണ്ടാവുക. നാളെ ഈ ചർച്ചയുടെ തുടർച്ചയുണ്ടാകും. അതിനുശേഷം നാളെ ആയിരിക്കും പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. അജീം ഷാദ്. സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനത്തിലെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് റിയാസ് KM നൽകിയത്. അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഏറ്റവും കാതലായ പ്രതിനിധി സമ്മേളനത്തിലേക്ക് പോവുകയാണ്. പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യുക ടി.പി. രാമകൃഷ്ണൻ MLA ആണ്, മുൻമന്ത്രി. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങളാണ് അവിടെ നിന്നും തത്സമയം ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KM നൽകിയത്.